കാനനവാസ കലിയുഗവരദ കാനനവാസ കലിയുഗവരദ കാൽത്തളിരിനാകൈ തൊഴും നീ ദർശനം നൽകണീ മിശിഹായി എന്നും പരിശുദ്ധനായവൻ നീ വരാ പാപമുലകീലൻ വാസം ചീരം യേശു തുണ തന്നെ ജീവവേലും. ഇപ്പം രണ്ട് സോങ് ഇപ്പോൾ ഇവിടെ പാടാനുള്ള കാരണം ഇപ്പോൾ ഒരു നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഒരു ഇങ്ങനെ അതിനെക്കുറിച്ചാണല്ലോ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം ചാനലുകാരും എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് ആവശ്യമില്ലാത്തൊരു ഇത് തന്നെയാണ്, എൻ്റെ അഭിപ്രായമാണ്. മറ്റുള്ളവരെ എനിക്കറിയത്തില്ല. ഈ എന്താണത് പാടിയാലുള്ള കുഴപ്പം എന്താണ്? ആ ഒരു ക്രിസ്തീയ അത് ശരിക്കും പറഞ്ഞൊരു ശാസ്ത്രീയ സംഗീതം മാതിരിയാണത്. അത് പാടിയാൽ എന്താ പ്രശ്നം? എന്താ ഇനി അല്ലാത്തൊരു സോങ് ആണെങ്കിലും പാടിയാൽ എന്താ? ഒരു പ്രശ്നമൊന്നും ഇല്ല അതിൻ്റെ അകത്ത്. അവർ ഭജൻ പാടുന്ന കൂട്ടത്തിൽ അവിടെ ഇത് പാടി. കാരണം തൊട്ട അയൽവക്കത്താണ് പള്ളിയും അമ്പലം എല്ലാം അവിടെ ഇരിക്കുന്നു. ഞാനിപ്പോൾ ഇത് പാടിയതിൻ്റെ ഈ രണ്ട് വരി പാടി, നമുക്ക് പാട്ടുകാരൊന്നുമല്ല എന്നാലും അറിയാവുന്നതൊക്കെ പാടി. ഞങ്ങളുടെ നാട്ടിലേ ഒരു ദേറാപ്പള്ളിയുണ്ട്. ഒരു 10-30 വർഷത്തിന് മുമ്പാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, ഈ പുള്ളി സ്റ്റീരിയോ ഒക്കെ നന്നാക്കും, ഇലക്ട്രോണിക്സ് ആണ്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അവനെ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ദേറാപ്പള്ളിയിൽ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ പുള്ളിയുടെ സ്റ്റീരിയോ കംപ്ലൈൻ്റ് ആയിട്ട് ഇവനെ അവിടെ ഇത് ശരിയാക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞാനും അവനോട് അവിടെ 2-3 പ്രാവശ്യമൊക്കെ പോയായിരുന്നു. അവിടെ എന്താ സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഒരു ഫ്രിഡ്ജുണ്ട്, അത് കംപ്ലൈൻ്റ് ആയതാണ്. അതിനകത്ത് മൊത്തം അയ്യപ്പ ഭക്തി ഗാനത്തിൻ്റെ ക്യാസറ്റാണ്. അന്ന് ക്യാസറ്റും ഒക്കെ CD ഒന്നും ആയിട്ടില്ല. അപ്പം ഞങ്ങളവിടെ ചെല്ലുമ്പം അച്ഛൻ ഇത് നമ്മളെ തുറന്ന് കാണിക്കുക. അപ്പം അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഈ കാനനവാസം എന്നുള്ള പാട്ട്. അതായത് തൊട്ടപ്പുറത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട് ഞങ്ങളുടെ ഓതറ പഴയകാവിൽ, അതിനടുത്തിട്ടാണ് ഈ ദേറാപ്പള്ളി. ഇതെന്നും രാവിലെ അവിടെ ഈ പാട്ടിടും. അച്ഛൻ ഇത് കേട്ട് അച്ഛനങ്ങ് ഇഷ്ടമായി. അച്ഛൻ ഈ പാട്ട് നല്ലതായിട്ട് പാടുകയും ചെയ്യും, നല്ല ട്യൂണിലും നല്ല ഈണത്തിലൊക്കെ പാടുകയും ചെയ്യും. ഞങ്ങൾക്കിഷ്ടം, എനിക്കും ഈ കൂട്ടുകാരനും ഇഷ്ടമുള്ള പാട്ട് ഇതാണ്, ദർശനം നൽകണേ എന്നുള്ള പാട്ടാണ്. അതിപ്പോഴും അവിടെ കേട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കേൾക്കും. നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഞാനിപ്പോഴും അത് യൂട്യൂബിൽ എടുത്തിട്ട് അതൊക്കെ കേട്ടോണ്ടായിരിക്കും ഇവിടെ UAE പോകുന്നത്. ഇതിനകത്ത് എന്താ പ്രോബ്ലം എന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്തുണ്ടായ കുറേ സംസാരങ്ങളൊക്കെയാണ് ഇതൊക്കെ കൂടുതൽ അതിൻ്റെ റീസൺ അതാണ്. അപ്പോൾ അതൊക്കെ അത് അന്നേരം വിട്ടു, തെരഞ്ഞെടുപ്പും കഴിഞ്ഞു. അല്ലാതെ ഞാനൊന്നും ഇതിനകത്ത് കാണുന്നതില്ല. അവർ ഭജൻ നടത്തുന്നവർ അവർക്ക് ഇഷ്ടമുള്ള ഗാനങ്ങൾ പാടട്ടെ, നീ അതിനെന്താ പ്രശ്നം? എന്താ അല്ലാത്തവർ വിളിക്കണ്ട അവരെ? അല്ലെ അവരോട് വരുമ്പോൾ ആദ്യമേ അങ്ങ് പറയുക, ഇവിടെ ഈ പാട്ടേ പാടാൻ പറ്റത്തുള്ളൂ, നിങ്ങളൊരു ലിസ്റ്റാൻ കൊടുക്കുക. ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം അവർക്ക് ഏതൊക്കെ പാട്ടാണ് അവർ പാടുന്നതെന്നുള്ളത്. വേറെ ഒന്നും ഇവിടെ പാടാൻ പറ്റത്തില്ലെന്ന് പറയാം. അല്ല ഇനി പോട്ടെ, പുള്ളി അവിടെ ആ സ്റ്റേജിൽ അനൗൺസ് ചെയ്തിട്ടാണ് അത് പാടിയത്. അന്നേരം പറയണം ഇതിവിടെ പാടാൻ പറ്റത്തില്ല എന്ന്. അവിടുത്തെ കമ്മിറ്റിക്കാർ വേണമല്ല പുറത്ത് നിന്നിട്ട് ഇതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ കിടന്ന് തിളയ്ക്കുന്നത് ശരിയായ സംഭവമല്ല. അത് എല്ലാവരും സമാധാനമായിട്ട് ജീവിക്കട്ടെന്നേ. തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ വരും, അന്നേരം ഞാനും പറയും, നിങ്ങളും പറയും, എല്ലാവരും പറയും. അത് അവിടെ വെച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ട് വരുമ്പം എന്താണെന്ന് നോക്കേ. ഇത് ഉമ്മാതെ വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് ഓരോന്ന് വലിച്ചു പോക്കിക്കൊണ്ട് വരും. അത് ഉടനെ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കും, ചാനലുകാർ മൊത്തം കൂടെ ഛർദ്ദിക്കാൻ തുടങ്ങും. ഇനി ഞങ്ങൾ നിർത്തിക്കൂടെ? അതെ,